ഉപ്പേരിക്കരിയും പോലെ അരിഞ്ഞാളും നിങ്ങൾക്ക് മനസ്സിലായില്ല. ഗോവയിൽ കള്ളക്കടത്ത് നടത്തി ജീവിച്ച ആളാ ഞാൻ. സാറ് കള്ളക്കടത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? കള്ളക്കടത്തല്ല, കുട്ടികൾ കള്ളത്തിന് പറഞ്ഞ് വളരരുത് എന്ന് പറഞ്ഞതാ. അയ്യോ അതായിരുന്നാ? അയ്യോ ഞാൻ വെറുതെ സാറിന് സംശയിച്ചു. അല്ല അപ്പൊ ഈ കത്തി? അല്ല, ഇത് ചെറിയൊരു മാജിക്. അയ്യോ മാജിക് ആയിരുന്നു. ദൈവമേ സത്യം. ഞാൻ അങ്ങോട്ട് ഇതുവഴി പോയപ്പോ സാറിന്റെ കത്തിയില്ല, തിരിച്ചിങ്ങോട്ട് വന്നപ്പോ കത്തിയും ആപ്പിളും. ഇത് അത്ഭുതം തന്നെ. അതാണ് മാജിക്. സാറന്മാരെ ഇങ്ങനെ തന്നെ വേണം. മാജിക്കിലൂടെ കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ കത്തി കൊണ്ട് വേറെ വല്ല ഐറ്റം ചെയ്യോ? ഇത് വയറ്റിൽ കുത്തി ഇറക്കുന്ന റൈറ്റ് ഉണ്ട്. അത് വേണ്ട, അത് വേണ്ട. വയറ്റിൽ കൂടെ കുത്തി കയറ്റിട്ട് കഴുത്തി കൂടെ പുറത്തെടുക്കണല്ലേ, അത് പഴയ ഐറ്റം. അയ്യോ ഇതല്ല, കുത്തി കഴിഞ്ഞാ പിന്നെ തിരിച്ചെടുക്കൂല. കുത്തി കഴിഞ്ഞാൽ തിരിച്ചെടുക്കൂല? വേണ്ട സാറേ, ഞാൻ മരിച്ചു പോകുന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല. സാറ് ജയിലിൽ പോയി കിടന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് സാറേ? ആ കുത്തിക്കരുന്ന ഐറ്റം വേണ്ട. ഓക്കെ സാറേ. സെക്യൂരിറ്റികൾക്ക് ഇത്ര ബുദ്ധിയില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സാറേ സാറേ, ഏതൻ അവിടെ അപ്പിട്ടു. ഞാനെന്താ അപ്പി കഴിക്കുന്ന മെഷീനോ? എടാ അശോക, നിന്റെ പുറകെ കൊമ്പനാണ്, എന്റെ പുറകെ പിടിയാണ്. നോക്കിക്കടാ. കമ്മിറ്റി പറയല, കമ്മിറ്റി പറയണം, അല്ലാതെ പറഞ്ഞു. ആഹാ, ഇത് ഇതുവരെ തീർന്നില്ലേ? ഇത് എന്നാടാ പാടാ? തുടങ്ങിയിട്ട് നാളെ കുറെ ആയല്ലോ. എന്റെ പൊന്നു ജോയി, ഒന്ന് സ്പീഡാക്കടാ. അടുത്ത മീറ്റിംഗിലെങ്കിലും സിസിലിക്ക് ഇതിന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യേണ്ടതാ. ഈ കൊളങ്കാരൻ എന്റെ ട്രഷറർ സ്ഥാനം കൊളവായിരിക്കുന്നത്. ഈ പെണ്ണുമ്പിളിനകത്ത് ടൈലൊക്കെ പൊട്ടി. എന്റെ ജോയി നീയും കൂടെ ഒന്ന് ഇറങ്ങ്. ഓ ഭയങ്കര തലവേനേട്ടാ. ഈ വെയിലിന്റെ? അത് വെയിലിന്റെ അല്ല, മടിയുടെ. ആ ശരിയാ. കാണ്ടേ, ഈ പൂള് റെഡി ആയിട്ടുണ്ട് നമ്മളെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ. എനിക്ക് ഒന്ന് വേഗാട്ടെ. സാറ് പറഞ്ഞിട്ടില്ല, ഒന്ന് ഒന്ന് പെട്ടെന്ന് ചെയ്യണം. സിസിലി ഒന്ന് നോക്കിക്കോണേ, അല്ലെങ്കിൽ ഇനിയും ചോരും. ഞാൻ നോക്കിക്കോളാം. എടാ 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 ടൈൽ ഒട്ടിച്ചിട്ട് തുടക്കടാ. എന്റെ സിസിലി ആന്റി ഇവിടെ നോക്കുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ നോക്കിന്നിട്ട് മാതിരി പണിയുള്ള. പിന്നെയാണ് ആന്റി നോക്കിയിരുന്ന. എടാ വിവരം കെട്ടവനാ വെള്ളം മഞ്ഞ പൈപ്പ് അടച്ചിട്ടാണോ ടൈൽ ഒട്ടിക്കണേ? അപ്പൊ ഇതുവഴിയല്ല ചോരുന്നത്. ഏതായാലും സെബാൻ സാറിന്റെ ഐഡിയ കൊള്ളാം. കുട്ടികൾ ചെറുപ്പത്തിൽ നീന്തൽ പഠിക്കുന്നതേ അവരെ ഹെൽത്തിന് നല്ലതാ. അതെ അതെ, അല്ലേലും അയാളൊരു മിടുക്കനാ. ഉഗ്രം കക്ഷിയാ. ഇത്രയും എഫിഷ്യന്റ് അധ്യാപനം ഞാൻ ലൈഫിൽ ആദ്യമായിട്ട്. നിങ്ങളോടൊക്കെ കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങണതായത്. പോയി കിടന്നുറങ്ങി. മനുഷ്യർ കുറച്ച് ഉറങ്ങാൻ കിട്ടുന്ന സമയത്താ. ആരും ഉണിക്കരുത്, എല്ലാരും ഉറങ്ങണം. സാറേ ഒരു സ്റ്റോറി പറഞ്ഞു തരുവോ? കഥയൊക്കെ പറഞ്ഞുതരാം. കഥ കേട്ടിട്ട് നിങ്ങൾ എല്ലാരും ഉറങ്ങണം. ആ എന്നാ പറയാം. ഇത് ഉറങ്ങിപ്പോയൊരു കാക്കേന്റെ കഥയാണ്. കാക്കയെന്ന് പറഞ്ഞ? കാക്ക എന്ന് പറഞ്ഞാൽ മുല്ലാക്കില്ല, ക്രോ. ഒരിടത്തൊരിടത്ത് ഒരു ക്രോ ഉണ്ടായിരുന്നു. ഈ ക്രോ ഡെയിലി രാവിലെ തന്നെ വെള്ളടി തുടങ്ങും. അങ്ങനെ ഒരു ദിവസം അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഓഫായി. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പം ഭയങ്കര ഹാങ് ഓവറും തലവേദനയായി കഴിഞ്ഞ ഒരു തേറ്റടിക്കണ്ടേ? എന്ത് ചെയ്യും? എവിടെയും സാധനം കിട്ടാനില്ല. അന്ന് 1-ാം തീയതി. അങ്ങനെ ക്രോ പറന്ന് പോകുമ്പോൾ താഴത്തേക്ക് നോക്കിയപ്പം ഒരു കള്ള് ഷാപ്പ്. ക്രോയ്ക്ക് അങ്ങോട്ട് സന്തോഷമായി. വലിയൊരു കുടത്തിൽ കുറച്ച് കള്ളുണ്ടായിരുന്നു. ക്രോയ്ക്കാണെങ്കിൽ എത്തൂല, ക്രോന്റെ ചെറിയ ചുണ്ടല്ലേ. അങ്ങനെ എന്ത് ചെയ്യുന്നു ക്രോ ഇങ്ങനെ ആലോചിച്ചു. പെട്ടെന്ന് നോക്കിയപ്പം റോഡ് സൈഡിൽ കുറേ മെറ്റൽ ടാർ ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ക്രോ മെറ്റൽ ഓരോന്നോരോന്നായി കുടത്തിൽ കൊണ്ടിട്ട്. അപ്പം ഈ കള്ള് പൊന്തി പൊന്തി വന്ന് കുടത്തിൻ്റെ മേലെത്തും. ക്രോ ഈ കൊക്കൊണ്ട് കള്ള് വലിച്ചു കുടിച്ചു. അതോടുകൂടി രണ്ടാമതും ക്രോ ഓഫായിപ്പോയി. ആ ക്രോ ഷാപ്പിൻ്റെ മുന്നിൽ തന്നെ കിടന്ന്. അതെന്തിനാ? പിറ്റേ ദിവസം ഹാങ് ഓവറിൻ്റെ രാവിലെ തന്നെ അടിക്കാമല്ലോ. അങ്ങനെ ഓഫായിപ്പോയി. ഇതുപോലെ തന്നെ